ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുമോ. ക്രിസ്തു പറയുന്ന ഒരു വാചകം പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ഒരു സംഗതി. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യം. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അസാധ്യമായ ഒരു കാര്യം അത് ദൈവത്തിന് സാധ്യമാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ദൈവം സാധിക്കുന്നു? ഇവിടെ ധനവാനായ മനുഷ്യൻ തൻ്റെ സ്വത്തുക്കൾ ദരിദ്രർക്ക് ദാനമായി കൊടുക്കുവാൻ പറഞ്ഞതിന് ശേഷമാണ് തിരിഞ്ഞ് നടക്കുന്നതും ആളുകൾ, അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ അവനോട് ചോദിക്കുന്നത് രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയും എന്ന്. അപ്പോൾ അതിന് ഉത്തരമാണ് കർത്താവ് പറയുന്നത്, മനുഷ്യർക്ക് അസാധ്യമായത്, അതായത് രക്ഷ പ്രാപിക്കുവാൻ മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സാധ്യമാണ് എന്ന്. ഇത് പെഷിത്ത ബൈബിൾ, അതായത് സിറിയക്കിൽ നിന്നും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വിശുദ്ധ ഗ്രന്ഥം എന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ ഒരു വാചകം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു അവരോട്, മനുഷ്യർക്ക് അസാധ്യമായവ ദൈവസന്നിധിയിൽ സംഭവിപ്പാൻ സാധ്യമാണ് എന്ന് പറഞ്ഞു. അതെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യർക്ക് അസാധ്യമായവ സംഭവിപ്പാൻ സാധ്യമാണ്. അതിനൊരു വലിയ ഉദാഹരണമാണ് ഇനി അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്ന സക്കായിയുടെ കഥ. സക്കായി ദൈവത്തെ കാണണം എന്നാഗ്രഹിച്ച് കുറുകിയ മനുഷ്യനാണ്, പാപിയായ മനുഷ്യനാണ്. അവൻ ഒരു മരത്തിൽ കയറിയിരുന്ന് ദൈവത്തെ കാണുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ആഗ്രഹിച്ച് അവൻ ഇരിക്കുമ്പോൾ ആ മരത്തിൻ്റെ ചുവടിൽ വന്ന് ക്രിസ്തു ആ ആളുകളുടെ ഇടയിൽ നിന്ന് അവനെ വിളിക്കുകയും അവൻ ആ വിളി കേട്ട് ഇറങ്ങി മാനസാന്തരത്തോടെ അവൻ്റെ സ്വത്ത് പകുതി ദരിദ്രർക്ക് കൊടുക്കുമെന്നും വഞ്ചിച്ച് എടുത്തിട്ടുള്ളതെല്ലാം 4 ഇരട്ടി തിരിച്ചു കൊടുക്കുമെന്ന് അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുന്ന ഒരു സംഭവം അടുത്ത അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ആ സക്കായി ആഗ്രഹിക്കുകയും അവൻ ദൈവസന്നിധിയിലായപ്പോൾ രക്ഷ അവനെ തേടി വരികയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതെ, ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ നമ്മളെപ്പോഴും ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടേതായ എല്ലാ ചെറുതും വലുതുമായ ദൈവം തന്ന എല്ലാ സംഗതികളും അത് ദൈവത്തിൻ്റേതാണ്. ദൈവത്തിനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യവും പ്രാമുഖ്യവും നൽകേണ്ടത്. നമുക്കറിയാം, അന്ധനായ മനുഷ്യൻ അവൻ രക്ഷ പ്രാപിച്ചത് അവൻ ക്രിസ്തു ആ വഴിക്ക് നടന്നു പോകുന്നു എന്നറിഞ്ഞ് ദാവീദുപുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചിട്ടാണ്. അതെ, നമ്മുടെ പ്രയാസങ്ങളിലും നമ്മൾ കടന്നു പോകുന്ന സഹനങ്ങളിലും നമ്മളായിരിക്കുന്ന രോഗാവസ്ഥയിലും നമ്മളായിരിക്കുന്ന വാർദ്ധക്യത്തിലും നമ്മളായിരിക്കുന്ന ടെൻഷനുകൾ, ഡിപ്രഷൻ, അങ്ങനെ നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രയാസങ്ങളിലും നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാക്കി തരുവാൻ സാധിക്കും. ദാവീദുപുത്രാ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.